അസ്സലാമു അലൈക്കും. OAG ലക്ഷദ്വീപിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മോനതാപുത്രം ലക്ഷദ്വീപിലെ ആന്ധ്രോത്ത് ദ്വീപുകാരനാണ്. ഇന്ന് ഞാനുള്ളത് ഞങ്ങളുടെ അയൽവാസി കൂടിയായ സെയ്തു കോയ, അദ്ദേഹത്തെ ഒന്ന് കാണിച്ചേക്ക്. സെയ്തു കോയൻ്റെ ടെറസ് കൃഷിയിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അപ്പോൾ അവിടെ കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃഷിയും ഇവിടുത്തെ സ്ഥലങ്ങളും ഈ കാര്യങ്ങളും എന്തൊക്കെ ഐറ്റംസ് ആണുള്ളതൊക്കെയാണ് നാം ഇന്നത്തെ വീഡിയോയിൽ നാം കാണാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഏതൊക്കെ ഐറ്റംസ് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്? ഇത് ക്യാരറ്റ്, ചോളം. അത് ചോളമാണോ അത്? ഇവിടെ ക്യാരറ്റ് ഉണ്ടല്ലേ? ക്യാരറ്റ്. ഇത് വഴുതന. വഴുതന. ഇവിടെയൊക്കെ ഇങ്ങനത്തെ കുറേ ജീവികൾ. വെറൈറ്റി വ്യത്യാസമുണ്ടോ വഴുതനൻ്റെ? വ്യത്യാസമുണ്ട്. ഇത് ഏതൊക്കെയാണ്? രണ്ട് ഐറ്റം ഉണ്ട്. രണ്ട് വെറൈറ്റി ഉണ്ട്. അത് ശരി. ഇത് ലേശം ഇങ്ങനെ അതാ രണ്ട് വെറൈറ്റിയാണ്. ഇതിങ്ങനെ ലേശം നീണ്ടു വരുന്ന ടൈപ്പാണ്. മറ്റേത് ബോൾ പോലെ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഈ ഒരു ടൈപ്പാണ്. ഇതിൻ്റെയൊക്കെ ഈ ചെടിയും വിത്തും കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് സംഘടിപ്പിച്ചത്? ഇത് കൃഷി നമ്മുടെ ഇവിടുത്തെ ആന്ധ്രോത്ത് ദ്വീപിലെ അഗ്രി യൂണിറ്റിൽ നിന്ന് തന്നെയല്ലേ? പച്ചമുളക് 3 വെറൈറ്റീസ് ഉണ്ട്. ഓക്കെ. ഇതൊക്കെ കായ വന്നു തുടങ്ങിയാണോ? ഇതിപ്പോൾ തുടങ്ങി. സാധാരണ നിങ്ങൾ വളമായിട്ട് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് കൂടുതലും? ചാണകം, വെല്ലുപൊടി, വേപ്പമണ്ണാക്ക്. രാസവളം ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇത് എങ്ങനെ വളം കൊടുക്കൽ എങ്ങനെ ആഴ്ചയിലാണോ? എങ്ങനെയാണ് ഇതിൻ്റെ രീതി? 10 ദിവസം കൂടുമ്പോൾ നമ്മൾ ഇതിൽ വളം ഇട്ട് കൊടുക്കും. എന്താ എല്ലുപൊടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? എല്ലുപൊടി 2 പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ചാണകവും മണ്ണും മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ചാണകത്തിൻ്റെ വെള്ളം ഉപയോഗിക്കലുണ്ടോ? ഇത് സ്ലറി. ഇത് സംഭവം എന്താണ്? ചാണകം മിക്സ് ചെയ്ത വെള്ളമാണത്? ചാണകം, വേപ്പമണ്ണാക്ക്, എല്ലുപൊടി, പിന്നെ മുരിങ്ങയില, വേപ്പില, പപ്പായ, കസർക്കതുണ്ട്. അപ്പോൾ അതെല്ലാം പാടെ മിക്സ് ചെയ്തതാണ് അല്ലേ? ഇത് എന്താ ചെയ്യുന്നത്? സമാസമയം അതിൽ ഓരോ കിലോ കൃത്യമായിട്ട് ഓരോ കിലോ എടുത്ത് ഒരു 10 ദിവസം ഇങ്ങനെ സ്വഭാവിക്കുന്ന അസർക്കൾ ഇങ്ങനെ ഇളക്കി കൊടുക്കും. 10 ദിവസം കഴിഞ്ഞാൽ ഇതിനാ കൂടെ ഒരു ലിറ്റർ കൂടെ 10 ലിറ്റർ വെള്ളം തണ്ണി മിക്സ് ചെയ്ത് ഇത് 1 ലിറ്റർ എടുക്കും. അതിൻ്റെ കൂടെ 10 ലിറ്റർ ആണ് റേഷ്യോ അല്ലേ? അത് മിക്സ് ചെയ്ത് ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കും. ഓക്കെ. അത് നല്ലൊരു വളം തന്നെയാണല്ലേ ആ സാധനം? അത് സ്ലറി. ഇതാ ഇവിടെ കാന്താരി മുളകുണ്ട്. ഇന്നലെ ഇതിൻ്റെ വിളവെടുത്തതാണ്. ഇപ്പോൾ കുറച്ച് ചെറിയ 1-2 എണ്ണം അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ. ഇത് ഇന്നലെ വിളവെടുത്താണിത്. പിന്നെ സപ്പോർട്ടൊക്കെ ഇനി അത് മാറ്റി വെക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഇവിടെ കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ക്യാരറ്റ് ഉണ്ട്, അതുപോലെ വഴുതന, പച്ചമുളക്, തക്കാളി, പിന്നെ ബീട്രൂട്ട്, പിന്നെ മുളകിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ കാണുന്നുണ്ട്. വളരെ നല്ല രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് റെഡിയാക്കി വെച്ചൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും ഐറ്റംസ് ഇപ്പോൾ ഇവിടുത്തെ എന്തെങ്കിലും സ്കീമിൽ എന്തെങ്കിലും പെട്ടാണോ? അഗ്രികൾച്ചർ അവിടെ യൂണിറ്റിൽ നിന്നും ന്യൂട്രി ഗാർഡൻ്റെ സ്കീമിലുള്ളതാണല്ലേ? ന്യൂട്രി ഗാർഡൻ ബെനിഫിഷ്യറിയാണ്. അപ്പോൾ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ടല്ലേ? എന്തെങ്കിലും അവാർഡോ കാര്യങ്ങളോ എന്തെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ കിട്ടിയിട്ടുണ്ടല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അവാർഡ് ജേതാവ് കൂടിയാണ് ഇദ്ദേഹം, സെയ്തു കോയ. പിന്നെ അതുപോലെ എനിക്ക് വേറൊരു സംശയം, ഇതുപോലുള്ള ഒരു ചെറിയ ജീവികൾ ഇതൊന്ന് നോക്കിക്കോളൂ. ഇങ്ങനെ ചെറിയ ജീവികളൊക്കെ കാണുന്നുണ്ടല്ലേ? ഇത് നമുക്ക് ചെടികൾക്ക് കുഴപ്പം സംഭവിക്കുമോ ഈ സാധനം? ഇലകളൊക്കെ തിന്ന് കളയുന്നുണ്ടോ അല്ലേ? ഇലകൾ തിന്ന് നശിപ്പിക്കും. അപ്പോൾ ഇതിനെ തുരത്താൻ വേണ്ടി എന്താ ചെയ്യൽ സാധാരണ? അതിന് മരുന്നടിക്കും. വേപ്പെണ്ണയും പിന്നെ സർഫ് പൗഡറോ മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കും അല്ലേ? അതടിച്ചാൽ വെളുത്തുള്ളി ചതച്ച് രാത്രി ചതച്ച് വെള്ളത്തിലിട്ട് വെക്കും, രാവിലെ എടുത്തു. അപ്പോൾ അത് ഇപ്പോൾ നമ്മുടെ ലക്ഷദ്വീപ് ഇപ്പോൾ ആന്ധ്രോത്ത് ദ്വീപിൽ കൂടുതലായി കണ്ടുവരുന്നതാണ്. പല കൃഷിയിടങ്ങളിലും നമ്മൾ കൃഷിയിൽ വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് മാത്രം ചെടി നന്നാവണമെന്നില്ല അല്ലേ? ശരിക്കും ഇതുപോലുള്ള ജീവികളൊക്കെ വന്ന് ഇലകളൊക്കെ നശിപ്പിക്കലുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഇടയ്ക്ക് ഒരു 3 ദിവസം കൂടുമ്പോഴോ അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ച വേപ്പെണ്ണയും അതുപോലെ തന്നെ നമ്മുടെ സർഫ് പൗഡർ, പിന്നെ അതുപോലെ വെളുത്തുള്ളി ചതച്ചത്, ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഇലയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇത്തരം ജീവികൾ, ഇത്തരം കീടങ്ങൾ വന്ന് നമ്മുടെ ഇലകൾ മൊത്തം നശിപ്പിക്കുകയും ചെടികൾ ഒക്കെ മോശമായി പോവുകയും ചെയ്യലുണ്ട്. അപ്പോൾ അങ്ങനെ പലയിടത്തും സംഭവിച്ചിട്ടുണ്ടല്ലേ? നിങ്ങളിവിടെ നാട്ടിലില്ലാത്ത സമയത്ത് നേരത്തെ എന്താ സംഭവിച്ചു എന്ന് പറഞ്ഞിരുന്നു അല്ലേ? പോയിരുന്നു അല്ലേ? അത് ശരി. വെറും വെള്ളം ഒഴിക്കലല്ല അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇലയും കൂടി പ്രൊട്ടക്ട് ചെയ്യാൻ അതിന് വേണ്ട മരുന്നുകളൊക്കെ അടിച്ചു കൊടുക്കണം അല്ലേ? ഇതൊക്കെ ചാണകവളങ്ങൾ. ഇവിടെയൊക്കെ ചാണകവളങ്ങൾ വെച്ചാൽ നമ്മുടെ ദ്വീപിൽ ഇപ്പോൾ പലയിടങ്ങളിലും പല കൃഷി സ്ഥലത്തും ഇതുപോലുള്ള ഒരു ജീവി പറന്നു പോകുന്നുണ്ട്. അതുപോലുള്ള ഒരു ജീവിയെ നമുക്ക് കാണലുണ്ട്. കൂടുതലും വഴുതനയിലാണ് അത് കണ്ടുവരുന്നത്. കൂടുതലായും അതിനെ നമ്മൾ ആമവണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. കേരളത്തിലൊക്കെ എന്ത് പറയുന്നത് എന്നുള്ള നമുക്കറിയില്ല. അപ്പോൾ അതിനെ നശിപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ എന്താ ചെയ്യുന്നത്? സ്പ്രേ ഒക്കെ അടിച്ചെന്ന് പറഞ്ഞാൽ അത് പോകുന്നുണ്ടോ? ആ സ്പ്രേ അടിക്കുന്നതിനേക്കാളും കൂടുതൽ ഇത് എടുത്ത് അതെടുത്ത് അതിനെ കൊന്നു കളയണം അല്ലേ? അല്ലാതെ വേറെ നിവർത്തിയില്ല. മാക്സിമം അത് നമ്മൾ എടുത്ത് കളയുന്നതാണ്, എടുത്തതിനെ നശിപ്പിക്കലാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരു വെള്ള നിറത്തിലുള്ള ഒരു തരം പൂപ്പല് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് നമ്മൾ ഈ വേപ്പെണ്ണൻ്റെ ഇത് കൊണ്ടൊക്കെ ശരിയാവും. ഏറ്റവും നല്ലത് മറ്റേ വെളുത്തുള്ളി ചതച്ചല്ലേ? വെളുത്തുള്ളി ചതച്ചും പിന്നെ വേപ്പെണ്ണയും പിന്നെ ഈ സർഫ് പൗഡറും മിക്സ് ചെയ്തിട്ട് വെളുത്തുള്ളി ചതച്ച് വെള്ളത്തിലിട്ട് വെച്ച് രാത്രി ഇട്ട് വെച്ച് പകലെടുത്ത് ആ വെള്ളം സ്പ്രേ ചെയ്താൽ മതി. ആ പൂപ്പലുള്ള വെള്ളം ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഈ കൃഷി ഇപ്പോൾ ഇത്രയും സെറ്റപ്പ് ആക്കി എടുത്തല്ലോ. അപ്പോൾ ന്യൂട്രി ഗാർഡൻ്റെ സ്കീമിലും കൂടി ഉള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ അഗ്രി യൂണിറ്റിൽ നിന്നും അവരുടെ ഉദ്യോഗസ്ഥരുടെ സഹായങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും കിട്ടാറുണ്ടോ നിങ്ങൾക്ക്?
ആസിഫ് സാറും കുഞ്ഞി സാറും ഹാജ സാറും അവരൊക്കെ വന്നിട്ട് നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഒരു ചോളമാണ്, ചോളത്തിൻ്റെ ചെടിയാണ്. ഇവിടെ നേരത്തെ ചോളം കൃഷി ചെയ്ത് വിളവെടുത്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നേരത്തെ വിളവെടുത്തിരുന്നോ? അല്ല, വിളവെട്ടിയിരുന്നോ? അത് ശരി. അപ്പോൾ നമ്മുടെ അവിടെ ലക്ഷദ്വീപിൽ ചോളം ഉണ്ടാവുമല്ലേ ഇതാക്കി എടുത്താൽ? ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഈ കിട്ടിയ സാധനങ്ങൾ എന്താ ചെയ്യല്? നിങ്ങൾ സെയിലിംഗ് ഉണ്ടോ, വിൽപ്പന ഉണ്ടോ ഇവിടെ? ഇതുവരെ എല്ലാ ബന്ധുക്കൾക്കും അതുവരെ വിൽപ്പന ഒന്നും, ബന്ധുക്കൾക്ക് അയൽവാസികളും കൊടുക്കും. നമ്മൾ ഇത്ര അധ്വാനിക്കുന്ന ശേഷം സെയിലും കൂടി നടത്തിയാൽ ഒരു ബിസിനസ് കൂടി ആവുന്നത്. അത്രയും ഇതൊന്നും ആയിട്ടില്ല. പിന്നെ അത്യാവശ്യക്കാരെങ്കിലും വന്നാൽ കൊടുക്കുന്നുണ്ട്. ഇനി കൂടുതൽ ഇതിനെ വിപുലീകരിച്ച് സെയിലിനുള്ള നമ്മുടെ ഇതിനുള്ള എന്തെങ്കിലും പദ്ധതിയോ കാര്യങ്ങളോ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഇല്ല. ഓക്കെ. ഇത് അയൽവാസികൾക്കും പിന്നെ നമ്മളെ ബന്ധുക്കൾക്കും ഓക്കെ കൊടുക്കും. ക്യാപ്സിക്കൻ്റെ തൈകളാണ് ഇതിപ്പോൾ ഈ അടുത്ത് വെച്ച സാധനങ്ങളാണ്. ക്യാപ്സിക്കം, പിന്നെ അതുപോലെ അത് അപ്പുറത്ത് ക്യാബേജ്. ഇവിടെ കക്കിരി ഇത് ഒന്ന് പടർന്ന് പിടിക്കാനായിട്ട് പ്രത്യേകം വലയൊക്കെ വിരിച്ച് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കക്കിരീൻ്റെ പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് അല്ലേ? നമ്മൾ പൂർണ്ണമായും ജൈവവളം, നമ്മൾ രാസവളം തീരെ ഉപയോഗിക്കാറില്ല അല്ലേ? അപ്പോൾ ഈ കൃഷികൾ എന്തെങ്കിലും വിപുലീകരിക്കാനുള്ള പദ്ധതിയോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? ഇനി വിപുലീകരിക്കാനുള്ള പരിപാടിയുണ്ട്. ഡിപ്പാർട്ട്മെന്റിനുള്ള സഹായം ലഭിക്കണം. അത് ശരി. ഓക്കെ. എന്തായാലും ഇതുപോലുള്ള കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവിടെ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സഹായം ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് പറയാൻ സാധിച്ചത്. പല വീടുകളും ഞാൻ സന്ദർശിച്ച സമയത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഇങ്ങനെ പ്രത്യേകം അവർക്ക് ഓരോ പല സ്കീമുകളിലായിട്ട് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കലുണ്ട്. അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവരുടെ കൃഷി തുടക്കം മുതൽ അവസാനം വരെയൊക്കെ പോയി മോണിറ്റർ ചെയ്യുന്നതും നമ്മൾ കണ്ടുവരുന്നുണ്ട് ഇവിടെ ആന്ധ്രയിൽ നിന്നും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സഹായങ്ങൾ ലഭിക്കുകയാണെങ്കിൽ തുടർന്നും വിപുലീകരിക്കാനുള്ള പദ്ധതിയാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ജൈവ കൃഷികൾ എല്ലാവരും കഴിയുന്നതും അവരുടെ വീടുകളിൽ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ കൂടുതലും കടയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പച്ചക്കറി, ഫ്രൂട്ട്സ്, പഴവർഗ്ഗങ്ങളെല്ലാം തന്നെ ഫുള്ളും രാസവളം ഉപയോഗിച്ച് കൊണ്ടുള്ളതാണ്. അതുമാത്രമല്ല, അത് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് തന്നെ മോശമായി ബാധിക്കുന്ന ഒരവസ്ഥയാണ്. പലരും പറഞ്ഞ് കേൾക്കാത്ത പോലുള്ള പലതരം അസുഖങ്ങളും ഇന്ന് വ്യാപിച്ചു വരികയാണ് അല്ലേ? അതെല്ലാം നമ്മുടെ ഈ ഭക്ഷണക്രമത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഇതുപോലുള്ള കൃഷികൾ നാം എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ വീടുകളിലും ഇതുപോലെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയുള്ളത്, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള എടുത്തിട്ട് അയൽപക്ക വീടുകളിലും ബന്ധുക്കളിലൊക്കെ ഫ്രീ ആയിട്ട് ഇദ്ദേഹം കൊടുക്കുകയാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ വീടുകളിൽ നമുക്ക് ഉപയോഗിക്കാനുള്ളതെങ്കിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ഏതായാലും തൽക്കാലം ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.